ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ചെറിയാൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു MLA, ഇന്ന് ഈ സുദിനത്തിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായുള്ള CDTSൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പേരുള്ള ആദരം ആദ്യമായിട്ട് അർപ്പിക്കുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ തെക്കേ അറ്റത്ത് അറബിക്കടലിൽ തീരത്തുള്ള പൂവാർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഫിഷറീസും സാംസ്കാരികവും ഒരു ബന്ധമില്ലാത്തെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എത്ര അർത്ഥവത്തായിട്ടാണ് ഫിഷറീസിനെയും സാംസ്കാരിക വകുപ്പിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന് നേതൃത്വം നൽകുകയും ഇതിന് മുൻനിരയിൽ ഇത് സാധ്യമാക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് അവസരം നൽകുകയും ചെയ്തതിന് ഞങ്ങളുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സമൂഹത്തിൻ്റെ സന്തോഷവും കൃതജ്ഞതയും ആദരവും ഒന്നുകൂടി രേഖപ്പെടുത്തുന്നു. ഈ സംരംഭത്തിൽ പ്രവർത്തിച്ച ശ്രീ ഡോക്ടർ മാളു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അഭിവാജ്യ ഘടകമാണ്. മാളുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വെബ്സൈറ്റും ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഏതൊരു വ്യക്തിക്കും അത് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഈ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. കൂടാതെ എൻ്റെ ഒരു നിർദ്ദേശം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് കൂടെ ഇത് സാധ്യമാകുന്ന തരത്തിൽ നാം ഈ വെബ്സൈറ്റിനെ വിപുലീകരിക്കേണ്ടതുണ്ട്. കാരണം ബ്ലൈൻഡായിട്ട് കുട്ടികൾക്കും മറ്റുള്ളവർക്കും കൂടെ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ഇത് പ്രവർത്തന സജ്ജമാക്കുവാൻ വേണ്ടി ഉള്ള ഒരു നേതൃത്വം ഡോക്ടർ മാളുവും ടീമും ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കൂടാതെ ജയകുമാർ സാർ ഇവിടെ നിന്ന് പോയി, എന്നാലും ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലുള്ളത്. 24/7 പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറി. ആ ലൈബ്രറിയുടെ നേതൃത്വത്തിലും പ്രവർത്തനത്തിലുമാണ് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു തുടക്കമെന്നോളം ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് ഒരു ഡിജിറ്റൽ ആർട്ട് സ്കൂൾ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കും അന്യം നിന്ന് പോകുന്ന കലാകാരന്മാരെക്കുറിച്ചും പുതിയ തലമുറയിലെ കലാകാരന്മാരെയും കലാകാരികളെക്കുറിച്ചുള്ള ഒരു പഠന വിഭാഗം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് ഈ ഒരു സെൻറ്ററിനെ വിപുലീകരിച്ചുകൊണ്ട് ഡിജിറ്റൽ ആർട്ട് സ്കൂൾ എന്ന ഒരു ആശയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ വെക്കുകയാണ്. ആ ഒരു സംരംഭത്തിന് സാംസ്കാരിക വകുപ്പിൻ്റെ പിന്തുണ നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ സംഘാടകന ചുമതല ഏർപ്പെടുത്തിയ ഭാരത് ഭവൻ്റെ ഭാരവാഹികളായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എൻ്റെ സഹപ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടൊപ്പം അവരുടെ സന്തോഷവും ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം.